നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രചരണ റാലിക്കിടെ വെടിയേറ്റ സംഭവത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. എന്റെ സുഹൃത്തിന് നേരെ ഉണ്ടായ വധശ്രമത്തിൽ വളരെയധികം ആശങ്കാകുലനാണ് എന്ന് മോദി സോഷ്യൽ മീഡിയയായ എക്സിൽ കുറിച്ചു. വെടിവെപ്പിൽ പരിക്കേറ്റ ട്രംപ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. എന്റെ സുഹൃത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല. അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അമേരിക്കൻ ജനതയ്ക്ക് ഒപ്പമുണ്ട് എന്ന് മോദി എക്സിൽ കുറിച്ചു. അതേസമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് US വൈസ് പ്രസിഡന്റായ കമല ഹാരിസും മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും രംഗത്തെത്തി. ഇത്തരം അക്രമങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ല എന്നായിരുന്നു കമല ഹാരിസിന്റെ പ്രതികരണം. ഇത്തരം അനിഷ്ടകരമായ പ്രവർത്തികളെ എല്ലാവരും അപലപിക്കേണ്ടതാണ് എന്നും അഭിപ്രായപ്പെട്ട കമല ഹാരിസ് സംഭവം കൂടുതൽ അക്രമങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. എക്സിലൂടെ ആയിരുന്നു കമല ഹാരിസിന്റെയും പ്രതികരണം. ആക്രമണത്തിന് പിന്നാലെ അടിയന്തര ഇടപെടൽ നടത്തിയ US രഹസ്യാന്വേഷണ വിഭാഗത്തെയും പ്രാദേശിക ഭരണകൂടത്തെയും കമല ഹാരിസ് പ്രശംസിച്ചു. ട്രംപിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് കരുതുന്നതെന്ന് കമല ഹാരിസ് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിനും കുടുംബത്തിനും സംഭവത്തിൽ പരിക്കേറ്റവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും US വൈസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. നമ്മുടെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അക്രമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നായിരുന്നു മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ പ്രതികരണം. ട്രംപിന് കാര്യമായ പരിക്കുകൾ ഇല്ലാത്തത് ആശ്വാസകരമാണ് എന്നും ഒബാമ പറഞ്ഞു. തിരഞ്ഞെടുപ്പിനിടെ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ട്രംപിന് വെടിയേറ്റത്. വലത് ചെവിക്കാണ് വെടിയേറ്റത്. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ട് 6:15 സംഭവം. വേദിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ലഭിക്കുന്നതും.